അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ 10 days 10 ക്രച്ചസ് എന്ന് പറയുന്ന സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് മറ്റൊരു ജീവിനെ പറ്റി നോക്കാം. ഇവന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കപ്പോ. അതെ, കാക്കപ്പോ എന്ന് പറയുന്നത് വിചിത്രമായൊരു പക്ഷിയാണ്. ഞാൻ ഇതിനെ വിചിത്രമായൊരു പക്ഷി എന്ന് പറയാൻ കാരണം മറ്റു പക്ഷികളെ പോലെ ഈ ഒരു പക്ഷിക്ക് പറക്കാനായിട്ട് സാധിക്കില്ല. മറിച്ച് അതിൻ്റെ ശക്തമായ കാലുകൾ കൊണ്ട് അത് നടക്കുന്നു. പിന്നെ അതിൻ്റെ മൂക്കിൻ്റെ സഹായം കൊണ്ടും അതിൻ്റെ ഈ പറഞ്ഞ കാലുകൾ കൊണ്ടും മരങ്ങളിൽ പിടിച്ച് കയറാറൊക്കെയാണ് നമ്മുടെ കാക്കപ്പോ ചെയ്യാറുള്ളത്. മാത്രവുമല്ല, ന്യൂസിലാൻഡിലെ ചില കാടുകളിൽ മാത്രമാണ് നമ്മുടെ കാക്കപ്പോയിനെ കാണാറുള്ളത്. ശാസ്ത്രജ്ഞന്മാർ സ്റ്റഡീസൊക്കെ നടത്തിയതിനു ശേഷം പറഞ്ഞത് ഏകദേശം 90 വർഷത്തിലധികം ആയുസ്സുള്ളൊരു ജീവി കൂടിയാണ് നമ്മുടെ കാക്കപ്പോ എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ കാക്കപ്പോ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളിൽ നിന്നൊക്കെ വരുന്നത് പോലെ ഒരു സുഗന്ധം തൻ്റെ ശരീരത്തിൽ നിന്നും അതിന് വരുത്താനായിട്ട് സാധിക്കും. ഇതും മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, നമ്മുടെ കാക്കപ്പോ ഒരു രാത്രി സഞ്ചാരിയാണ്. പിന്നെ തൻ്റെ ഇണയെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കാക്കപ്പോ രാത്രി സമയങ്ങളിൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. ഈ ശബ്ദം ഏകദേശം ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ്. മാത്രവുമല്ല, നമ്മുടെ കാക്കപ്പോ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കാക്കപ്പോയുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും മനുഷ്യരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് ടൈപ്സ് ഓഫ് കാക്കപ്പോ സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഓരോ കാക്കപ്പോ ഇനങ്ങളെയും വേർതിരിച്ച് അതിൻ്റെ സംരക്ഷണം മനുഷ്യർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ കാക്കപ്പോയിനെ പറ്റിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്.